ഗാർഹിക പാചകവാതക സിലിണ്ടർ വില 50 രൂപ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജനയിൽ ഉൾപ്പെട്ടവർക്കും പുതിയ നിരക്ക് ബാധകമാണ്. പുതിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. അതേസമയം പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവ 2 രൂപ കേന്ദ്രം കൂട്ടി. എന്നാൽ ഇന്ധനവിലയിൽ മാറ്റമില്ല. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വൻ ഇടിവിന്റെ ആനുകൂല്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകാതെ പെട്രോളിയം കമ്പനികളെ സഹായിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 2021 ശേഷം ക്രൂഡ് ഓയിൽ വില ബാരലിന് $60 പെട്രോൾ, ഡീസൽ വില കുറയ്ക്കാൻ കേന്ദ്രം തയ്യാറായില്ല. പാചകവാതകത്തിന് സിലിണ്ടറിന് 50 രൂപയാണ് ഇന്ന് കേന്ദ്രം വർദ്ധിപ്പിച്ചത്. സബ്സിഡി നൽകുന്നത് മൂലം എണ്ണ കമ്പനികൾക്കുണ്ടായ 43,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നും ഇത് നികത്താനാണ് വില വർധനവ് എന്നുമാണ് കേന്ദ്രമന്ത്രി നൽകുന്ന വിശദീകരണം. ഇതോടെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് സിലിണ്ടറിന് 500 രൂപയിൽ നിന്ന് 550 രൂപയും മറ്റു ഉപഭോക്താക്കൾക്ക് ഇത് 803 രൂപയിൽ നിന്ന് 853 രൂപയും ഇനി ഓരോ സിലിണ്ടറിനും നൽകേണ്ടി വരും. എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതിന്റെ ബാധ്യത എണ്ണ കമ്പനികൾ ഏറ്റെടുക്കുമെന്നാണ് കേന്ദ്രം പറയുന്നത്. പെട്രോളിനും ഡീസലിനും 1 രൂപ വീതം വില കുറച്ചാൽ കേന്ദ്ര സർക്കാരിന് നികുതി വരുമാനത്തിൽ 15,000 മുതൽ 20,000 കോടി രൂപ വരെ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്ക്. ഈ നഷ്ടം മറികടക്കാനാണ് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സാഹചര്യത്തിൽ എക്സൈസ് ഡ്യൂട്ടി 2 രൂപ വർദ്ധിപ്പിച്ചത്. ഫലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതിന്റെ ഒരു ആനുകൂല്യവും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. റിപ്പോർട്ടർ, ദില്ലി.